എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന കുറേയേറെ ടിപ്പുകളാണ്. അതിനോടൊപ്പം മുടി നിറം മാറ്റാനും അതുപോലെ മുടി സമൃദ്ധമായിട്ട് വളരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞും വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി പൊളിച്ചെടുക്കാൻ നല്ല പാടാണ്. ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഇട്ട് വെച്ചിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമിയെടുത്താൽ മതി. നല്ല രീതിയിൽ ആ ഒരു തോലൊക്കെ മാറിക്കിട്ടും. ചെറിയ ഉള്ളിയിലാണെങ്കിലും സവാളയിലൊക്കെ ആണെങ്കിലും ചെറിയൊരു കറുത്ത കുത്തുകൾ കാണുന്നത് ഒരു അഴുക്ക് പോലെ പൊടി പോലെ അതൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ. ഉള്ളി വെന്ത് പോകില്ല. ഇളം ചൂടുവെള്ളത്തിൽ ഇട്ടാൽ മാത്രം മതി, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ എന്നും തിരക്കുള്ളതായിരിക്കുമല്ലോ, രാവിലെ സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർ കാണും. അതിന് വളരെ എളുപ്പത്തിൽ കറിയും കൂടെ ഉണ്ടാക്കാനുള്ള സമയമൊന്നും എല്ലാവർക്കും ഒന്നും കാണില്ല. ഒരു കാര്യം ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാം. കറിയുടെ ആവശ്യമേ ഇല്ല. നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പ്, മുളക് പൊടി ലേശം, അതിനോടൊപ്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം, എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് എത്താനും വേണ്ടി. എന്നിട്ട് കുറേശ്ശെ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നാൽ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ സിലിക്കോണിൻ്റെ ചപ്പാത്തി ഷീറ്റ് പോലുള്ളൊരു കാര്യത്തിലാണ് നമ്മളിത് കുഴയ്ക്കുന്നത്. പാത്രത്തിലൊന്നുമല്ല, പരത്തുകയും ചെയ്യാം. ഇതുപോലെ കുഴയ്ക്കാനും നല്ല എളുപ്പമാട്ടോ. ഒട്ടിപ്പിടിക്കത്തെയോ അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ വിശാലമായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. കുറേശ്ശെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലെ ജാറിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഗോതമ്പൊടി, ഞാൻ അതിന് മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്, ഒന്നൊന്ന് കറക്കിയെടുത്ത് തന്നെ കറക്റ്റ് പാകത്തിൽ കിട്ടും. മാവ് കുഴച്ചതിന് ശേഷം അവസാനം ഇതിലേക്ക് ലേശം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മൾ കുഴച്ചിട്ട് തന്നെ ഇതുപോലെ കൈ കൊണ്ടൊന്ന് ആക്കിയെടുക്കണം. നല്ല സോഫ്റ്റായി കിട്ടും. ഇതുപോലെ മാവ് നമ്മൾ കുറച്ച് ഹാർഡായിട്ടിരിക്കുകയാണെങ്കിലും കുറേ വെള്ളം എടുത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുഴച്ചിട്ട് ഒരു കുറച്ച് നേരം 5-10 മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ചപ്പാത്തി ഒട്ടും കട്ടിയില്ലാതെ പരത്തി എടുക്കുകയാണെങ്കിൽ കറി പോലും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ തന്നെ ചൂടോട് കഴിക്കാൻ. പഞ്ചസാരയുടെ ഒന്നും ആവശ്യമില്ല, കറിയുടെ ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ ഒട്ടും പറയാനില്ല, നല്ല ടേസ്റ്റാണ്. ഒരു ചായയും കൂടെ ഉണ്ടെങ്കിൽ അത് മതി. രാവിലെ എളുപ്പകരമാണ്. ഇനി നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികൾ കളയും, സിംഗിൾ യൂസ് കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം കട്ടിയുള്ള പാലും കുപ്പിയാണ്. അന്നേരം ആ ഒരു കുപ്പി ഞാൻ നല്ലപോലെ കഴുകി, ഒട്ടും ആ പാലിൻ്റെ മണമൊന്നും ഇല്ലാത്ത രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം നനവ് പാടില്ല. ഇതിലേക്ക് നമുക്ക് ധാന്യങ്ങൾ സൂക്ഷിച്ച് വെക്കാം, എണ്ണ ഒഴിച്ച് വെക്കാം, അതിനോടൊപ്പം തന്നെ അരിയോ അല്ലെങ്കിൽ പൊടികൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് വെക്കാം. ഇതിങ്ങനെ നമ്മൾ ഇടുന്നതുകൊണ്ട് അല്ലെങ്കിൽ ചോർപ്പ് ഉപയോഗിച്ചിട്ട് ഇടാൻ പറ്റും. ചോർപ്പിന് പകരമായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് ചോർപ്പ് പോലാക്കും. എണ്ണ ഒഴിക്കാൻ അത് നല്ലതാണ്. അതുപോലെ തന്നെ ധാന്യങ്ങൾ, പൊടികളൊക്കെ ഒരു കുപ്പിയിലോട്ട് മാറ്റാൻ നമുക്ക് എളുപ്പകരമാണ് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. നമ്മൾ നേരം പ്ലാസ്റ്റിക് കുപ്പികൾ വെറുതെ കളയണ്ട, ഇതുപോലെ ചെയ്തു വെക്കാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിച്ചണിലേക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കിച്ചണിലോട്ട് മാത്രമല്ല, നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇത് വളരെ എളുപ്പകരമാണ്. ഇതുപോലൊരു കുപ്പി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു അടപ്പിൻ്റെ ഭാഗം ഈ ഒരു അളവിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ചോർപ്പ് എന്നുള്ള രീതിയിൽ തറയിലെങ്ങും പോകത്തൊന്നുമില്ല, നല്ല രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ 3 കുപ്പിയിലേക്ക് 3 രീതിയിലുള്ള നമ്മുടെ വെള്ളക്കടല, കറുത്ത കടല, ഗ്രീൻ പീസൊക്കെ ഇട്ട് വെച്ചു. ഇതുപോലെ എല്ലാ ധാന്യങ്ങളും ഒരേ ലെവലിലുള്ള പാത്രങ്ങളില്ലെങ്കിൽ കുപ്പികൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ സാധാരണ നമ്മുടെ ചപ്പാത്തി മാവുണ്ടല്ലോ, ഉപ്പും ഗോതമ്പ് പൊടിയും മാത്രം ചേർത്തിട്ട് ഒട്ടും കട്ടിയില്ലാതെ പരത്തിയെടുത്തിട്ട് ഇതുപോലെ ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് തന്നെ ഇതുപോലൊന്ന് കത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി വേണം. അല്ല, മൈദ ഒഴിവാക്കിയിട്ട് നമുക്കൊരു പൊറോട്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ടയെക്കാട്ടി കുറച്ചും കൂടെ എനിക്ക് ടേസ്റ്റ് തോന്നി. അതിനകത്ത് നമ്മൾ മുട്ടയൊക്കെ ചേർക്കണം. ഇതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല. നെയ്യും ഉപ്പ്, ഗോതമ്പ് പൊടി, വെള്ളവും കൂടി ചേർത്തിട്ടുള്ള സംഭവമാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ കുറച്ചൊന്ന് വലിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഓപ്പോസിറ്റ് രീതിയിലോട്ട് മടക്കിയിട്ട് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അധികം കട്ടിയില്ലാതെ പരത്തുന്നില്ല, ചെറുതായിട്ട് കട്ടിക്ക് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ചപ്പാത്തിക്കോലും കൊണ്ടൊന്ന് പരത്തിയെടുക്കണം. നമുക്ക് കുട്ടികൾക്കൊക്കെ എന്നും ചപ്പാത്തി അല്ലെങ്കിൽ ദോശ, എന്നും ഇഡലി അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. 4 മണിക്ക് ഇതിൽ ഒരെണ്ണം ഒരു ഗ്ലാസ് ചായ കൊടുത്തിട്ട് സ്നാക്സിന് പകരം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിനും കറിയുടെ ആവശ്യമില്ല, കറി ഇല്ലാണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഗോതമ്പ് ചപ്പാത്തി ചുടുമ്പോഴൊക്കെയെന്ന് വെച്ചാൽ നെയ്യുടെ ഒരു കോമ്പിനേഷൻ അടിപൊളി. ദോശയ്ക്കാണെങ്കിൽ അതന്നെ, അതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അന്നേരം
നല്ലൊരു പൊറോട്ട റെഡിയാണ് കേട്ടോ. ഗോതമ്പ് പൊടിയും കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞവരയില അല്ലെങ്കിൽ പനിക്കുറുക്കയില. നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായിട്ട് ഉള്ളൊരു കാര്യമാണ്. ഫ്ലാറ്റിലാണെങ്കിൽ പോലും ഒരു മൂട് നട്ടുപിടിപ്പിക്കുന്ന അത്രയേറെ ഗുണകരമാണ് കേട്ടോ. അതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ്. മുടി വളരാനും അതുപോലെ പനിക്കുറുക്കയെന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ. പനിക്ക് ജലദോഷം അങ്ങനത്തുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. ഭയങ്കര മൂക്കടപ്പുണ്ടെങ്കിൽ മൂക്കിലൊഴിക്കുന്ന മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് തുടക്ക സമയമാണെങ്കിൽ ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് എടുത്തിട്ട് ഒന്ന് മണപ്പിച്ചാൽ മതി. മൂക്കടപ്പിനൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടും. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ഇലകൾ, ചെറിയ ഇലയാണ്, വലിയ ഇലയാണെങ്കിൽ 1-2 മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1.5 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ജലദോഷം അങ്ങനെ തുമ്മൽ അതുപോലെ മൂക്കടപ്പൊക്കെ ഉള്ള സമയങ്ങളിൽ ഇപ്പോൾ ഈ ഒരു ഡിസംബർ മാസത്തിൽ നല്ല തണുപ്പാണല്ലോ. അന്നേരം ക്ലൈമറ്റിൻ്റെ പ്രശ്നം കാരണം മിക്ക ആൾക്കാർക്കും ജലദോഷം ചെറിയൊരു കുക്കി ചുമയൊക്കെ ഉണ്ടാവും. അതിന് നമ്മൾ പെട്ടെന്ന് മരുന്ന് വാങ്ങിക്കുന്നതിലും എനിക്ക് ഉപകാരമായിട്ട് തോന്നിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അന്നേരം ഇതിപ്പം 2 ഗ്ലാസ് ഉണ്ടായിരുന്നത് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചിട്ട് ഇളം ചൂടോടുകൂടി ഞാൻ രാവിലെ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പും കൊടുക്കാറുണ്ട് കേട്ടോ. അന്നേരം അതൊരു ഇളം ചൂടോടുകൂടി അങ്ങ് കുടിക്കണം. 2 ഇല മതി. ഇപ്പോൾ 2 പേർക്കായിട്ട് 2 ഇല വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചിട്ട് അങ്ങ് കൊടുക്കത്തേ ഉള്ളൂ. അതൊരു നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. ഒപ്പം തേനുണ്ടെങ്കിൽ തേനും കൂടെ നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ വീട്ടുവളപ്പിലെല്ലാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് നമ്മുടെ പേരയില തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും ഒരുപാട് ഗുണങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഷുഗറുകാർക്കൊക്കെ. ഇന്ന് നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. പേരയിലയുടെ അധികം മുറ്റിപ്പോകാത്ത തളിരില നോക്കിയാണ് പറിച്ചേക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. പേരയില വെച്ചിട്ട് നമുക്ക് പാക്കുകളൊക്കെ തയ്യാറാക്കാം. ഇത് അരച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തൈരും കൂടെ ചേർത്തിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതുപോലെ ഇതിൻ്റെ നീരിനകത്ത് നമുക്ക് അരിപ്പൊടിയും തൈരും ചേർത്ത് തന്നെ ഫേസ് പാക്ക് ആക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. വെറുതെ പേരയിലയുടെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നവരാണ്. പുളി ഉപ്പും ചേർത്ത് അങ്ങനെയും കഴിക്കട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാനൊരു കോട്ടനകത്തോട്ട് കരിഞ്ജീരകം ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ. പ്രത്യേകിച്ച് മുടിയുടെ നര മാറാൻ, മുടി വളരാൻ, താരൻ അങ്ങനത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പേരയില ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നതും കൂടി ചേർത്തിട്ട് തണ്ട് ഇതുപോലൊന്ന് മടക്കി ഒരു കിഴി രീതിയിലോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്ത് നോക്കുക. ഇതൊക്കെ ഒറ്റ യൂസ് റിസൾട്ട് കിട്ടുന്നതാണ്. ഇൻസ്റ്റൻറ്റ് ഡൈ ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് നമ്മുടെ തലമുടി തേക്കുന്ന ഏതാണോ എണ്ണയോ നെയ്യോ ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ തലത്തേക്കുന്ന എണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ 2 ഗ്ലാസ്സുകൾ അപ്പുറത്തും വെച്ചിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ട് ആ ഒരു തിരി അടയുന്നത് വരെ കത്തിക്കുക. അതിനുശേഷം ആ പാത്രത്തിൽ നിന്ന് കരി എടുത്തിട്ട് ആ കരി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇത്രയും കരിയുടെ ആവശ്യമേ ഇല്ല. ഒരു നുള്ളു കരി മതി നമുക്കൊരു നേരത്തിന്. അല്ലെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് വെക്കുന്ന ഒരു 3-4 തവണ ഉപയോഗിക്കും. ഇതിപ്പം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം ആവണക്കെണ്ണ ഉപയോഗിക്കാം. ഗ്ലിസറിനോ ആവണക്കെണ്ണയോ ഇത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി. പിന്നെ അലോവേറ ജെല്ല്, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഗ്ലിസറിനും അലോവേറ ജെല്ലുമാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. ആവണക്കെണ്ണയാണെങ്കിൽ ഇത് ഏത് ചേർത്താലും ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ തലമുടി നമ്മൾ തേച്ചിട്ട് പുറത്ത് പോകാൻ പാടുള്ളൂ. നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഈ നെറ്റി ഭാഗത്തുണ്ടാകുന്ന നരകളുണ്ടല്ലോ, ഒരുപാട് നരയ്ക്കാത്ത ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് പെട്ടെന്ന് നമുക്ക് ഡൈ ചെയ്യാൻ പറ്റില്ല. ഡൈ ചെയ്യാൻ എല്ലാവർക്കും തന്നെ നല്ല മടിയാണ്, കുറേ സമയം എടുക്കും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ഉപകാരപ്രദമാണ്. പിന്നെ നെറ്റി അധികം മുന്നോട്ട് വരുന്നു, അവിടെ മുടിയില്ലാതെ വരുമ്പം ഒരുപാട് നെറ്റി തോന്നുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഇതുപോലെ ലേശം തേച്ച് കൊടുത്തിട്ട് ഒന്ന് പടപ്പിച്ചെടുത്താൽ മതി. പെട്ടെന്ന് പടരത്തില്ല. ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ടാക്കുമ്പം തന്നെ നെറ്റി ഭാഗത്തെ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ്. ഈ ഒരു കരിയിൽ നിന്ന് ലേശം കരി നമ്മൾ കയ്യിലോട്ട് എടുത്തിട്ട് നമ്മൾ തലയിൽ തേക്കുന്ന ഏത് എണ്ണയായാലും ഒരു തുള്ളി 1-2 ഡ്രോപ്പ് ഇട്ടാൽ മതി. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ടാക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കിട്ടും കേട്ടോ. കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ നമ്മുടെ നരയുള്ള ഭാഗങ്ങളും തലയൊട്ടിയിലൊക്കെ നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടും. നോർമൽ വാട്ടിൽ കഴുകി കളയണം കേട്ടോ. നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടും. ഞാൻ മുമ്പേ പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയി അത് വേറെ, നമ്മൾ പെട്ടെന്ന് മുടി കറക്കണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇതുപോലെ നമുക്ക് തലമുടിയിലും തേച്ച് കൊടുക്കാം കുളിക്കുന്നതിന് മുമ്പ്. എന്നിട്ട് ഇതിന് പകരം ഗ്ലിസറിനോ പിന്നെ ആവണക്കെണ്ണയുടെ എണ്ണയോ 1-2 ഡ്രോപ്പ് തേച്ചിട്ട് ഇതുപോലെ നമുക്ക് പുറത്ത് പോവുകയും ചെയ്യാം. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ പുറത്ത് പോകാൻ പാടുള്ളൂ എന്നുള്ളത് മാത്രം പാടില്ല കേട്ടോ. ചെറിയൊരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ, അതിനോടൊപ്പം കരിഞ്ജീരകം, പേരയില, ചുമന്നുള്ളി അഥവാ ചെറുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക.
ഇതുപോലൊന്ന് വറുത്തെടുക്കുകയാണ്. കുളിക്കുന്നതിന് അരമണിക്കൂറോ 1 മണിക്കൂറോ മുന്നേ ഈ ഒരു എണ്ണ തലയോട്ടിലും തലമുടിയിലും തേക്കുകയാണെങ്കിൽ മുടി സമൃദ്ധമായിട്ട് വളരും. മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല പരിഹാരമാണ്. മുടി കറക്കുകയും ചെയ്യും. ഈ ഒരു എണ്ണ നമ്മൾ കാച്ചിയ ഉടനെ തലയിൽ തേക്കേണ്ട. ഒരു രാത്രിയിൽ ഈ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ തന്നെ വെക്കണം. എന്നാലാണ് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറഞ്ഞ പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.